നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ചക്ര ആക്ടിവേഷനിലുള്ള ചില സീക്രട്സൊക്കെ പറയുകയാണ്. ചക്ര ആക്ടിവേഷനെ കുറിച്ച് അവർക്ക് തോന്നിയത് മതിയൊക്കെ പറയുന്നുണ്ട്. ചക്ര എന്നാൽ അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ തോന്നലാണ്, അങ്ങനെയൊക്കെ പറയുന്നു. അവർ അതിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഗ്രന്ഥങ്ങളുടെ അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചക്ര ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ പറയാൻ ഒക്കില്ല. അതിനെ ഒരുപാട് ചാനൽക്കാർ ചിലവർ അറിയാതെ ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കും അതിനെക്കുറിച്ചുള്ള നാലേജ് വേണമല്ലോ, അല്ലെങ്കിൽ അവർ ആരും എന്ത് പറഞ്ഞാലും അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ 1-2 അപ്ലോഡ് ഒരുമാതിരി ഡിസ്കറേജിങ് ആയിട്ടും ഉള്ള അപ്ലോഡൊക്കെ ഞാൻ കാണുന്നുണ്ട്. സോ അതൊരു വലിയ സബ്ജക്റ്റാണ്. അതിനൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ തിരുമന്ത്രം എന്നുള്ള ഗ്രന്ഥത്തിലുണ്ട്. ഫിസിക്കൽ ബോഡിക്ക് എങ്ങനെ ബോൺസ് ഒരു സ്ട്രക്ചറായി തൂക്കി പിടിച്ച് ഒരു ചെയ്യുന്ന മാതിരി ആസ്ട്രൽ ബോഡിയിലുള്ള എനർജി സപ്പോർട്ട് സിസ്റ്റംസ്, അത് തിരുമന്ത്രത്തിലെ ആദേയങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഡീറ്റെയിലാണ്. അതൊരു സയൻറ്റിഫിക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ആധാരം ഇല്ല, തോന്നലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രില്ലിയൻ ക്യാമറയിൽ ഫോട്ടോ വരുന്നുണ്ട്. ക്രില്ലിയൻ ക്യാമറയിൽ ബിഫോർ ആക്ടിവേഷൻ ആൻഡ് ആഫ്റ്റർ ആക്ടിവേഷൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിലിതെല്ലാം ക്ലിയറായി കളറോടെ വരുന്നുണ്ട്. ആധാരങ്ങൾ, അതിൻ്റെ ഒരു പെട്ടൽസിൻ്റെ കളർ എല്ലാം ചേർന്ന് ക്രില്ലിയൻ ക്യാമറ പ്രിൻ്റൗട്ട് ഉണ്ട്. ഹൈദരാബാദിലും ആ പ്രിൻ്റൗട്ട് എടുക്കുന്നു. അതുകൊണ്ട് ഇല്ലെന്നൊന്നും ഇനി പറയാൻ നോക്കില്ല, തോന്നലെന്നൊക്കെ പറയരുത്. ഈ ആസ്ട്രൽ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് വർമ്മ ടെക്സ്റ്റിലും ഡീറ്റെയിൽസാണ് ഉണ്ട്. അതുപോലെ ഷഡ്ചക്ര നിരൂപണത്തിലുമുണ്ട്. എങ്ങനെ ആധാരങ്ങൾ മെർജറാവുന്നു, ആധാരങ്ങൾ ചക്രമാവുന്നത് എങ്ങനെ, ആ പഞ്ചഭൂത മെർജർ, ആധാരങ്ങളും പഞ്ചഭൂതത്തിനുള്ള കണക്ഷൻ, ആധാരത്തിനും തന്മാത്രകളിലുള്ള കണക്ഷൻ, ആധാരങ്ങൾക്കും ജ്ഞാനേന്ദ്രിയമുള്ള കണക്ഷൻ, അത് ആധാരങ്ങൾക്കും തത്വങ്ങളുമുള്ള കണക്ഷൻ. ഉദാഹരണമായിട്ട് മൂലാധാരം വിശുദ്ധി വരെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 24 ആത്മതത്വങ്ങളെ ക്രോസ് ചെയ്യാൻ പറ്റും. അടുത്തത് വിശുദ്ധി ടു ആജ്ഞ ക്രോസ് ചെയ്താൽ വിദ്യാതത്വങ്ങൾ 7 വിദ്യാതത്വങ്ങൾ ക്രോസ് ചെയ്യാൻ നോക്കും. അടുത്ത ആജ്ഞയിൽ നിന്ന് സഹസ്രാരം വരെ ശിവതത്വം 5, അങ്ങനെ 36 തത്വങ്ങളെ ക്രോസ് ചെയ്യുന്നതെല്ലാം ആധാർ ആക്ടിവേഷനിൽ കണക്റ്റഡാണ്. വാദപിത്ത കഫം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആധാരത്തിൽ കണക്റ്റഡാണ്. എല്ലാം ഇത് വെരി വെരി സയൻറ്റിഫിക്. ഈ ചക്ര ആക്ടിവേഷനും സിദ്ധവൈദ്യത്തിനും ആയുർവേദത്തിനും മർമ്മ ട്രീറ്റ്മെൻറ്റിനൊക്കെയുള്ള ബേസാണ് ഈ ചക്ര ആക്ടിവേഷൻ. ഇത് അറിയാതെ ചുമ്മാ ഇത് കാഷ്വൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടപ്പോഴാണ് എൻ്റെ സ്റ്റുഡൻസ് വിളിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഷഡാധാര വിളക്കം, അതുപോലെ ഈ ശരയോഗ ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. അതിലൊക്കെ ഇതുകൊണ്ട് കുണ്ടലിനി യോഗ ശാസ്ത്രങ്ങൾ ഈ ആധാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ആധാരങ്ങളെ ആക്ടിവേറ്റ് ചെയ്താൽ അതിൽ ടോട്ടൽ ബിഹേവിയർ പാറ്റേണെ മാറ്റാൻ പറ്റും. ഉദാഹരണമായിട്ട് 4 ദളം മൂലാധാരത്തിലുള്ള 4 ദളം എന്ന് വെച്ചാൽ സിദ്ധം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം എന്നുള്ള 4 അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള മന്ത്രങ്ങളും മുദ്രകളുമുണ്ട്. സാധാ പ്ലെയിനായിട്ടുള്ള ചക്ര ആക്ടിവേഷനാണ് ഇൻ്റർനെറ്റിലും ഓൺലൈനിലും ഓൾ ഓവർ ഇന്ത്യ ഉള്ളത്. പക്ഷേ ഈ സിദ്ധന്മാർ പറയുന്ന ടെക്നിക്കൊക്കെ അത് ഈ ഗ്രന്ഥങ്ങളിലാണ് ഉള്ളത്. സിദ്ധം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ഈ 4യും നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്താൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, ഉടനടി മാറ്റം ഉണ്ടാകും. ഇതൊക്കെ സിദ്ധ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അതേമാതിരി ഡിറ്റർമിനേഷൻ പവർ ഇൻക്രീസ് ആവും. ബയോളജിക്കലായി നോക്കിയാൽ ഈ മൂലാധാരം L4 L5 തൊട്ട് കാല് തള്ളവിരലുള്ള നാഡി ചാനലും നെർവ്സും കണക്ഷൻ ഉള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സയൻറ്റിഫിക്കാണ്. ഇത് അറിയാത്തവർ വേണമെങ്കിൽ തോന്നൽ എന്നൊക്കെ പറയാം, അങ്ങനെ ഒന്നുമില്ല. രണ്ടാമത് ഇതിൻ്റെ ശേഷം ഒരു ഉണർവ് നിലമുണ്ട്. അത് ഹയ്യർ പ്ലെയിൻസ് ഓഫ് കോൺഷ്യസ്നസ് അങ്ങനെ വരുന്നതാണ്. അങ്ങനെ ഈ ആധാർ ആക്ടിവേഷനിൽ പല ആംഗിൾസ് ഉണ്ട്. അതിൽ ആധാരങ്ങളിലും അതിലൊരു അടങ്ങിയിരിക്കുന്ന കണ്ടൻസ്. ഇപ്പോൾ ഉദാഹരണം സ്വാധിഷ്ഠാനത്തിൽ 6 ദളവും 6 സ്വാദ് പ്ലസ് സ്ഥാനം. സ്വാദ് എന്ന് വെച്ചാൽ ടേസ്റ്റ് കൺട്രോൾ സെൻറ്റേഴ്സ്. 6 ദളവും 6 ടേസ്റ്റാണ്. അപ്പോൾ 6 ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ
വാതപിത്ത കഫത്തെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഒരു 3 പിത്തത്തെ കൂട്ടും, ഇന്നൊരു 3 വായു ഈ കഫത്തെ കൂട്ടും കുറയ്ക്കും. ഇങ്ങനെ 3 വെച്ച് 6 കോമ്പിനേഷൻസ് ഉണ്ട്. അതാണ് അത്. ഇത് ആയുർവേദ ടെക്സ്റ്റിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ചക്ര ആക്ടിവേഷൻ വഴി ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. സ്വാധിഷ്ഠാന ആക്ടിവേഷൻ ചെയ്യുമ്പോൾ വാട്ടർ ഡിസ്ചാർജ് 4 റിസൾട്ട് വരും. ഇമ്മീഡിയറ്റായി 24 മിനിറ്റിൻ്റെ അകം 4 റിസൾട്ട് വരും എൻ്റെ ക്ലാസ്സിൽ. അത് എല്ലാവർക്കും അറിയാം, അറ്റൻഡ് ചെയ്തവർക്ക്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ ഓറഞ്ച് കളർ കാണാൻ പറ്റും, വെയിറ്റ് ഇൻക്രീസ്, ബോഡി കൂൾ ആൻഡ് വാട്ടർ ഡിസ്ചാർജ് ഇൻ ടങ്. വാട്ടർ ഡിസ്ചാർജ് ഇൻ ടങ് വാട്ടർ 6 ടേസ്റ്റും ഈക്വലായിട്ട് ദേഹത്തിൽ ഉണ്ടെങ്കിൽ അത് വാട്ടർ ഡിസ്ചാർജ് ആയിട്ട് വരും. അപ്പോൾ എന്നാൽ വാത പിത്ത കഫം ഇതൊക്കെ നോർമൽ ഈക്വലിബ്രിയത്തിൽ ഇരിക്കുന്നു എന്നുള്ള അറിയാൻ പറ്റും. ഇല്ല ഒരു ഡിസ്റ്റർബൻസ് ഇരിക്കുകയാണ് അങ്ങനെയെന്ന് വെച്ചാൽ പുളി ടേസ്റ്റ് അനുഭവപ്പെട്ടാൽ വാദം മികുതിയാണ്. അപ്പോൾ വാദം മികുതിയായിരുന്നാൽ ത്രിഫല പോലെ ഉള്ള ഹെർബൽ പൗഡർ യൂസ് ചെയ്ത് നമുക്കേ അത് ശരി ചെയ്യാൻ പറ്റും, സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനൊരു ടേസ്റ്റ് മാനേജ്മെൻറ്റ് കൂടെ വാതപിത്ത കഫത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സ്വാധിഷ്ഠാന ആക്ടിവേഷൻ സമയത്ത് കയപ്പ് ബിറ്റർനെസ് വന്നാൽ അത് നമ്മൾ ബിറ്റർനെസ് തന്നെ മരുന്ന്. അപ്പോൾ പാവയ്ക്ക, ചുണ്ടയ്ക്ക ഇതേമാതിരി കയ്പ്പായിട്ടുള്ള ഇതൊക്കെ കഴിച്ചാൽ അത് ന്യൂട്രലൈസ് ആവും. ഇതേമാതിരി കഫമുള്ളവർ ഒരു ലൈറ്റ് സ്വീറ്റ് അനുഭവപ്പെട്ടാൽ അവർ കുരുമുളക് മാതിരിയുള്ള കൂട്ടിയാൽ അത് അഡ്ജസ്റ്റ് ആവും. സോ ഇതൊക്കെ സയൻറ്റിഫിക്കാണ്. ഇത് ആയുർവേദ ഡോക്ടേഴ്സ് ആൻഡ് സിദ്ധ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പഠിക്കുകയാണ്. അതിനവർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യണം, സക്സസ്ഫുള്ളാണ്. ഇതൊക്കെ തോന്നലുമല്ല മായയുമല്ല. പിന്നെ മണിപൂരകം എന്ന് പറയുന്നത് അവിടെ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് മണിപൂരക അഗ്നി സെൻറ്റർ. അഗ്നിക്ക് 2 ആസ്പെക്റ്റ്. ഒന്ന് ലൈറ്റാണ്, അത് കണ്ണിന് കാഴ്ചപ്പായിട്ട് വരുന്നത്. അതിൻ്റെ ക്യാരക്ടർ നമ്മൾ രൂപം എന്ന് പറയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹീറ്റാണ് പലവിധ നമ്മുടെ എന്തോന്ന് വെച്ചാൽ ജഡറാക്കിനി, കോപാക്കിനി, കാവാക്കിനി 6-7 ടൈപ്പ് പിത്തങ്ങൾ അതിലാണ് കൺട്രോൾ. അപ്പോൾ ഈ മുദ്രകൾ വഴി, ആക്ടിവേഷൻ മുദ്രകൾ വഴി അത് ഇൻക്രീസ് ചെയ്യാനും അത് ഡിക്രീസ് ചെയ്യാനും പറ്റും. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യാനുള്ള ഇത് ആക്ടിവേഷൻ ടെക്നിക്കിലുണ്ട്. അപ്പോൾ അതും അതിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിൽ ചേർന്നിരിക്കുന്ന ഇത് അഗ്നികൾ എന്താണെന്ന് വെച്ചാൽ രജകാക്കിനി, വാചകാക്കിനി, അതാണ് ഡൈജഷൻ ചെയ്യുന്നത്. രസോജാക്കിനി, ദാഹാക്കിനി, പിളവാക്കിനി, ജറാക്കിനി, അതുപോലെ ഇങ്ങനെ ദ്വരാക്കിനി, ശോഭാക്കിനി, ജരമാക്കിനി, മോഹാക്കിനി, ഇങ്ങനെയൊക്കെ പല, അതായത് 10 വിധ ഹീറ്റിന് കൊണ്ടുവരുന്ന ഇതിൽ കാമം, ക്രോധം, ലോകത്തെ കൺട്രോൾ ചെയ്യാനും ഈ അഗ്നികളിലുണ്ട്. ജഡരാഗ്നി ബോഡി ഹീറ്റ് മെയിൻ്റനൻസ് ഇതിൽ അത് വെരി ഇമ്പോർട്ടൻറ്റ്. ബോഡി ഹീറ്റ് ഒരു 104 ഡിഗ്രിയുടെ മേലെ പോയാൽ ബ്രെയിൻ ഡെത്തായി പോകും. അതുകൊണ്ട് ഹീറ്റ് മെയിൻ്റനൻസ് അത് ആവശ്യമാണ്. ഡൈജഷൻ പെർഫെക്റ്റ് ആകണം. ഇതെല്ലാം ഈ 10 അഗ്നിയിലാണ് ഇരിക്കുന്നത്. അത് തത്വങ്ങളായിട്ട് ഒവ്വൊരു പെട്ടെല്ലാം കണക്റ്റായിരിക്കുകയാണ്. അത് ഒരു ഡിഫക്റ്റീവ് ആയിരുന്നാലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അത് ശരിയാക്കണം. പിന്നെ നേരെ അനാഹതത്തിൽ പോകുമ്പോൾ ഇതേമാതിരി ആ തത്വങ്ങളാണ് അതിൽ ക്രാസായിരിക്കുന്നത്, ഒവ്വൊരു പെട്ടെല്ലും ഉള്ളത്. അതിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു മാസ്റ്ററി കിട്ടും. അതേമാതിരി വിശുദ്ധിയിൽ പോയാൽ 16 തത്വങ്ങൾ, അത് മാസ്റ്ററി. അഗ്നയിൽ പോയാൽ ഇൻഡ്യൂഷൻ സെൻറ്റർ, സഹസ്രാബ്ദത്തിൽ പോയാൽ ക്രേനിയൽ നെർവ് ആക്ടിവേഷൻ. ഇങ്ങനെ പല സയൻറ്റിഫിക്കാണ്. ഇത് ചിലർ നാലേജ് ഇല്ലാതെ യൂട്യൂബിൽ ചുമ്മാ ഒരുപാട് വ്യൂസ് പോകാൻ വേണ്ടി ചുമ്മാ താറുമാറാ പറയുന്നത്. അതിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരും ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ആദ്യം ഇടണം. അവർ അതുവഴിയാ ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള ചില ആളുകൾ അറകുറെ ഓഫ് ബാക്ക്ഡ് എന്ന് പറയും. അവരുടെ അപ്ലോഡ്സൊക്കെ ഈ ചാനൽസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കി അപ്ലോഡ് ചെയ്യണം. താങ്ക് യു.